പൊരുവെയിലത്താണ് 18-കാരനായ മുഹമ്മദ് ജമാൽ തൻ്റെ കന്നി വോട്ട് ചെയ്യാനായി പോളിംഗ് ബൂത്തിൽ കാത്തിരുന്നത്. സമയം ഏകദേശം 10:30 ആയിരുന്നു. ഉത്തർപ്രദേശിലെ സംഭൽ പാർലമെന്റ് മണ്ഡലത്തിൽ മൻസൂർപുർ ഗ്രാമത്തിലെ പ്രൈമറി സ്കൂളിലാണ് ജമാൽ വോട്ട് ചെയ്യാനെത്തിയത്. പെട്ടെന്നാണ് 10 SUVകൾ പോളിംഗ് ബൂത്തിന് മുന്നിലെത്തിയത്. വാഹനത്തിൽ നിന്നിറങ്ങിയ 30ഓളം പോലീസുകാർ ബൂത്തിലേക്ക് ഓടിക്കയറി വോട്ടർമാരുടെ ID കാർഡുകളും വോട്ടിംഗ് സ്ലിപ്പുകളും പിടിച്ചെടുത്തെന്നും ലാത്തി കൊണ്ട് അടിച്ചു പരിക്കേൽപ്പിച്ചെന്നും ജമാലും ഒപ്പമുണ്ടായിരുന്നവരും പറയുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3ാം ഘട്ട വോട്ടെടുപ്പ് നടന്ന മെയ് 7-നായിരുന്നു സംഭവം. 2 പോലീസുകാർ എൻ്റെ അടുത്തെത്തി ആധാർ ചോദിച്ചു. പേടിച്ച് ഞാനത് നൽകി. 3ാമത്തെ പോലീസുകാർ എൻ്റെ കഴുത്തിന് പിന്നിൽ അടിച്ചു. ഞാൻ ബൂത്തിൽ നിന്ന് പുറത്തു പോകും വരെ അവർ അടി തുടർന്നു, ജമാൽ പറയുന്നു. ലാത്തി ചാർജിൽ നിന്ന് രക്ഷപ്പെടാൻ ആളുകൾ ഇറങ്ങി ഓടിയതോടെ മിനിറ്റുകൾക്കകം ബൂത്ത് കാലിയായി. അടിയേറ്റ പാടുകൾ ഇപ്പോഴും ജമാലിൻ്റെ കാലിലുണ്ട്. സംഭലിൽ അസമൗലി നിയമസഭാ മണ്ഡലത്തിലെ നിരവധി മുസ്ലിം ഭൂരിപക്ഷ ഗ്രാമങ്ങളിലെ ബൂത്തുകളിലും പോലീസ് അതിക്രമം നടന്നു. 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇവിടെ സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥിയായിരുന്ന ഷഫീഖുർ റഹ്മാൻ ബർക്ക് 1.75 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത്. ഷഫീഖുർ റഹ്മാന്റെ പേരക്കുട്ടിയായ സിയാഉർ റഹ്മാനാണ് ഇത്തവണ സംഭലിലെ SP സ്ഥാനാർത്ഥി. സംഭലിലെ മിക്ക മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലും സമാന സംഭവങ്ങൾ നടന്നതായി സിയാഉർ റഹ്മാനും BSP സ്ഥാനാർത്ഥി ചൗധരി സൗലത്ത് അലിയും ആരോപിച്ചു. വിഷയത്തിൽ നിയമ നടപടി ആവശ്യപ്പെട്ട് പരാതി നൽകുമെന്നും ഷഫീഖുർ റഹ്മാൻ പറഞ്ഞു. എന്നാൽ പരാതിയൊന്നും ലഭിച്ചിട്ടില്ലെന്നും കിട്ടിയാൽ അന്വേഷിക്കുമെന്നും UP DGP പ്രശാന്ത് കുമാർ പറഞ്ഞു. മൻസൂർപൂരിൽ എത്തുന്നതിന് മുമ്പ് ഷഹബാസ്പൂർ കലയിലെ ഒവാരി ഗ്രാമത്തിലെ ഒരു ബൂത്തിലും പോലീസ് അതിക്രമം നടത്തിയതായി ദൃക്സാക്ഷികൾ പറഞ്ഞു. ഇതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ചിലർ പകർത്തിയിട്ടുണ്ട്. മൻസൂർപൂരിൽ നിന്ന് മുബാറക്പൂരിലെ ബന്ദ് ഗ്രാമത്തിലെത്തിയ പോലീസ് അവിടെ ദലിത് യുവാവിനെയും മാതാവിനെയും ആക്രമിച്ചതായും ഗ്രാമീണർ ആരോപിക്കുന്നു. പോലീസ് അതിക്രമത്തെ തുടർന്ന് ബൂത്തിൽ നിന്ന് തിരിച്ചു പോയവർ പിന്നീട് വൈകി എത്തിയാണ് വോട്ട് ചെയ്തത്. ജമാലിനെ പോലെ ചിലർ പിന്നീട് വോട്ട് ചെയ്യാൻ എത്തിയതുമില്ല. 56.05% മൻസൂർപൂരിലെ ഇത്തവണത്തെ പോളിംഗ്. 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 63.06%വും 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 59.09%വുമായിരുന്നു പോളിംഗ്. പോലീസ് ഭീഷണി മൂലമാണ് മുസ്ലിം ഭൂരിപക്ഷ ഗ്രാമങ്ങളിൽ ഇത്തവണ പോളിംഗ് ശതമാനം കുറഞ്ഞത് എന്നാണ് SP നേതാക്കൾ ആരോപിക്കുന്നത്. മൻസൂർപൂരിലെ മുൻ ഗ്രാമപ്രധാനായിരുന്ന ജാവേദ് അക്തറിനെ 6 മണിക്കൂറാണ് പോളിംഗ് ദിനത്തിൽ പോലീസ് സ്റ്റേഷനിൽ തടഞ്ഞുവെച്ചത്. എന്തിനാണ് തന്നെ തടങ്കലിൽ വെച്ചതെന്ന് പോലീസ് ഇതുവരെ പറയാൻ തയ്യാറായിട്ടില്ലെന്ന് ജാവേദ് പറഞ്ഞു. മുസ്ലിം ഗ്രാമങ്ങളിൽ മാത്രമാണ് പോലീസ് അതിക്രമം നടത്തുന്നത്. ഇത് ആസൂത്രിതമാണ്. പോലീസ് സൂപ്രണ്ടിനും ജില്ലാ മജിസ്ട്രേറ്റിനും ഇതിൽ പങ്കുണ്ട്. ഇന്ത്യ മുന്നണിയുടെ വോട്ട് കുറയ്ക്കുക എന്നത് മാത്രമല്ല, മുസ്ലിങ്ങളെ അപമാനിക്കാൻ കൂടി ലക്ഷ്യമിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതെന്നും ജാവേദ് അക്തർ പറഞ്ഞു. ഒവാരിയിലെ ഒരു ബൂത്തിൽ 70-കാരിയായ ബാനു വോട്ട് ചെയ്തുറങ്ങുമ്പോൾ പോലീസുകാർ അവരെ ക്രൂരമായി മർദ്ദിച്ചു. പുരുഷ പോലീസുകാരാണ് തൻ്റെ വലത് കവിളിലും കാൽമുട്ടിലും അടിച്ചു പരിക്കേൽപ്പിച്ചതെന്ന് ബാനു പറയുന്നു. എത്രയോ വർഷമായി വോട്ട് ചെയ്യുന്ന തനിക്ക് ആദ്യമായാണ് ഇത്തരമൊരു അനുഭവം. എന്തിനാണ് പോലീസുകാർ ഇങ്ങനെ പെരുമാറിയതെന്ന് മനസ്സിലാവുന്നില്ലെന്നും ഇവർ പറയുന്നു. പോലീസുകാർ പോളിംഗ് ബൂത്തിൽ അതിക്രമിച്ചു കയറി തങ്ങളുടെ ID കാർഡ് പിടിച്ചെടുക്കുകയും മർദ്ദിക്കുകയും ചെയ്തതായി അനീഷ്, ഷാനാലം എന്നിവരും പറയുന്നു. ഒവാരി ഗ്രാമത്തിലെ ബൂത്തിൽ നിന്ന് വോട്ടർമാരെ പോലീസ് ഓടിക്കുകയും ലാത്തി കൊണ്ട് അടിക്കുകയും അവരുടെ കയ്യിലെ കടലാസ് കഷ്ണങ്ങൾ പിടിച്ചെടുത്ത് കീറിക്കളയുകയും ചെയ്യുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ പ്രചരിച്ചിരുന്നു. ദൃശ്യങ്ങൾ പരിശോധിച്ചെന്നും പോളിംഗ് ബൂത്തിനകത്ത് തിരക്ക് വർദ്ധിച്ചപ്പോൾ പോലീസ് ഇടപെട്ടത് ആണെന്നുമാണ് ജില്ലാ മജിസ്ട്രേറ്റ് നൽകിയ വിശദീകരണം. ഇത് ഏറ്റുപിടിക്കുന്ന നിലപാടാണ് ജില്ലാ മജിസ്ട്രേറ്റും സ്വീകരിച്ചത്.